നാടൻ കോഴിമുട്ട, താറാവ് മുട്ട അടുത്ത് ഇതേപോലെ ഇങ്ങോട്ട് കഴിച്ച രാവിലെ. വരി മക്കളെ, നിങ്ങൾക്ക് നമുക്ക് പണി തരാം. അപ്പം തൊട്ട് നമ്മളേ താറാവുകളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഒരുപാട് പൊട്ടും അതേപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പം നമ്മളേ പൂള ഇട്ടതാ, പൂള എന്താ പറയുക, പൂളപ്പുട്ട്. വരി മക്കളെ, നിങ്ങൾക്ക് നമുക്ക് പണി തരാം. അപ്പം ഞങ്ങളേ പൂളക്കിഴങ്ങ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പദ്ധതികൾ നോക്കാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് പിടിച്ചോക്കാം, വെറുതെ കാരണം നോക്കാം. ഇതുമോളെ പിടിച്ചോക്ക്, കാരണം ഉണ്ടോ തൊലികളെയുള്ള സോപ്പ് ഇടില്ല കേട്ടോ. അപ്പം നമ്മുടെ പൂള ഉണ്ടല്ലേ ഇതേപോലെ ചെത്തി ചെറിയൊരു വെയിലോ കൊള്ളാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പൂളിനെ നമ്മൾ ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് ഇതേപോലെ പൊടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഹിതാശ ഉണ്ടോ, നൂഡിൽസൊക്കെ അവിടെ പിടിച്ചിരിക്കുന്നുണ്ട്, ഒക്കെ വേണ്ടതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം നമ്മൾ പൂളേ പൊടിക്കാനുള്ള തീരുമാനത്തേക്ക് എത്തി കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന മുളക്, അതിൻ്റെ ഒപ്പമല്ല നമ്മൾ കൃഷി ചെയ്യുന്ന മുളകാണ്, അത് നമ്മൾ പൊടിച്ചു കൊണ്ടാ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മളേ പൂളക്കിഴങ്ങ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, എന്തിനത്ര വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതുണ്ടോ, നമ്മളെ ബക്കറ്റിൽ ഏകദേശം കാലിയായി തുടങ്ങി. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പല പരിപാടികളും കൊണ്ടുണ്ടാക്കും. അപ്പോൾ ഇന്ന് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഏത് നിലക്കുവാണെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഓരോ ആളുകൾക്കും ഏതാണോ ടേസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പം ഇപ്പം ചെയ്യണ പരിപാടിയാണ് ഇപ്പോൾ അതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം എന്താണെന്നുള്ളത്. കണ്ടോ, അപ്പോൾ അതേപോലെ നമ്മളവിടെ ചെമ്പട്ടി എന്നാ പറയാം. നിങ്ങളെ നാട്ടിൽ എന്ത് പേരാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു പേര്. അതൊക്കെ നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും മാറണ്ട കേട്ടോ, കുറച്ച് പറഞ്ഞാൽ മതി. എന്നിട്ടിതാ ഇതുപോലത്തെ ഒരു പിന്നെന്താ കോട്ടൻ്റെ ഒരു സീല, ഇത് നന്നായിട്ടൊന്ന് കെട്ടുക. അപ്പോൾ നമ്മളേ തുണിപ്പുട്ട് എന്നാണ് നമ്മളവിടെ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ആ ഒരു പേരുകൾ പറഞ്ഞോളി. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയൊരു ഇതുകൊണ്ടുള്ള ചെറിയൊരു വിഭവമാണ്. നമ്മളത് എല്ലാവരും ഉണ്ടാവും, പക്ഷെ നമ്മൾ ചെയ്യണതാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുക ഓരോന്നായിട്ട്. അപ്പോൾ അത് നമുക്ക് ലാഭം എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളത് അപ്പം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി ഇത് നമ്മൾ രണ്ട് പുറന്ന് മറിച്ചിടും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് സാധനമാണ് പൂളപ്പുട്ട്. ഇതിൻ്റെ പൊടിക്കൻ്റെ സ്മെല്ല് വേറെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. വല്ലാത്ത സമയമൊന്നുമില്ല, പെട്ടെന്ന് ഇത് ആവും ചെയ്യും കേട്ടോ. അതേ ഒരു പുറം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഒരു പുറം കൂടി ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ആയി കിട്ടും. കണ്ടോ, അപ്പോൾ ഈ പൂളപ്പൊടി കൊണ്ടേ ഒരുപാട് പൊട്ടും അതേപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും. അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. കഴിക്കാത്ത ആളുകൾ ഒരു വട്ടയെങ്കിലും ഇതൊന്ന് ചെയ്യാൻ കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ, ഇതിൻ്റെ ഗുണങ്ങൾ അറിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആളുകൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും എല്ലാ ആളുകളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും വേണ്ടില്ലല്ലോ, ഇത്രയൊന്നും പണിയുണ്ടോ, അത് ഇത്രയല്ലേ അങ്ങനെ എങ്ങനെയല്ലെന്ന് പറയരുത്, ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ക്വാളിറ്റിയും രണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി എന്തായാലും നമ്മൾ കേക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് മെല്ലെ കാണാം. എന്തായാലും ഇന്നിപ്പോൾ കഴിക്കാൻ പറ്റുന്ന കാണണമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ പോവുകയാണ്.
അപ്പോൾ നമ്മളെ കുട്ടികളും മക്കളും എല്ലാവരും പാടി നിന്നിട്ട് ഞങ്ങൾ കഴിക്കല്. അപ്പോൾ നമുക്ക് സമയം കഴിയിക്കണു. അപ്പോൾ അത് ചിലപ്പോഴാണ് ആ കഴിക്കണതിൻ്റെ വീഡിയോസ് കിട്ടുള്ളൂ, ചിലപ്പോഴാണ് നമ്മൾ കഴിക്കണതിൻ്റെ വീഡിയോസ് കിട്ടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വണ്ടി കൊണ്ട് പോകേണ്ട സമയം അതിക്രമിച്ചിക്കണു. അപ്പോൾ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. അതാകുമ്പോഴത്തേന് നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് റെഡിയായി വരും. അവരൊക്കെ ദശ നീച്ച് ഒന്ന് സെറ്റ് ആയിട്ടേ ഉള്ളൂ. ആണോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പരിപാടി നടക്കാൻ വെച്ചാൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരോട് നീച്ച് റെഡിയാവും. അപ്പോൾ നമ്മളേ പൂള ഇട്ടതാ, പൂള എന്താ പറയുക, പൂള പുട്ട്. ഇതൊക്കെ നമ്മൾ ഇതേപോലെ എന്താ പറയുക പപ്പടം ചേർത്തിട്ടുണ്ട്, പഞ്ചസാരയും ലേസം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവിയിൽ വേവിക്കണ എന്ത് സാധനം കഴിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാലേ ഗ്യാസിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ തീരും കേട്ടോ. നമ്മളെ അനുഭവങ്ങളാണ്, നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്തതാണ്, നമ്മളെ അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നോക്കാം. എന്നിട്ട് നമുക്കേ ഇതൊക്കെ മീൻകറി പറ്റും, ഇറച്ചിക്കറി പറ്റും, അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. ഇപ്പോൾ ഈ 2 സാധനം നമുക്ക് കിട്ടാനില്ല, നേരം കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും കഴിക്കാൻ തീരുമാനിച്ചു. പണ്ട് കാലത്തേ വിശന്നപ്പോഴേ ഇത് നന്നായിട്ട് വിശപ്പ് മാറാൻ വേണ്ടി തിന്നിരുന്നതാണ്. ഇപ്പോൾ ഇത് സജീവമായപ്പോഴേ ആൾക്കാർക്ക് അത്ര വേണ്ട. നല്ല ടേസ്റ്റ് കേട്ടോ, ഇതിന് വേറെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കണം എല്ലാവരും. പപ്പായ എന്താണോ കിട്ടുന്ന ചാവൊക്കെ കൊടുക്കുക എന്ന് ചെയ്തിരുന്ന ആരും മേടിച്ചിട്ടേ കൊടുക്കാൻ നിൽക്കണ്ട. ഉള്ളതുണ്ടെങ്കിൽ കൊടുത്താൽ മതി, വെറുതെ കളയാത്തതൊക്കെ കൊടുക്കുക. ചേന നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളെ വിൽപ്പനക്കൊന്നും ഇല്ല ചേന ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലത്തെ നമ്മളെ കേക്കല് അതേപോലെ ഇവർക്കൊക്കെ കൊടുക്കല്. ഇതുപോലെയൊക്കെ ചെയ്തിട്ടേ എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. അപ്പോൾ നമ്മളെ പൂളയുണ്ട് പല പരിപാടിയും ഇതേപോലെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മളെ കോഴികൾക്ക്, അതേപോലെ താറാവുകൾക്ക്, മീനുകൾക്ക്, കിളികൾക്ക് ഒക്കെ കൊടുക്കണതിൻ്റെ വീഡിയോസുകളൊക്കെയാണ്. അതേപോലെ നമ്മളിത് നന്നായിട്ട് തന്നെ ഓരോ രീതിയിലും കഴിക്കാറുണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് മെല്ലെ കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഴികൾക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് ചിലവ് കുറക്കാനും പറ്റും, അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടാനും സഹായിക്കും. അപ്പോൾ തൊട്ട് നമ്മളേ താറാവുകളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഏകദേശം ഇതാ ഒരു മണിക്കൂറാകുമ്പോഴത്തേന് ആദ്യം തീറ്റ കഴിഞ്ഞ് രണ്ടാമത് തീറ്റയിൽ അവർ തീർത്ത് കഴിഞ്ഞിട്ട് ഇവരൊന്ന് സെറ്റ് ആകുമ്പോഴത്തേന് ഒന്ന് കുളിച്ച് റെഡിയായി അടുത്തൊരു കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കഴിക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കണ്ടവർക്ക് നമ്മൾ ഈ തീറ്റകളൊക്കെ ബാക്കി കൊടുക്കുക. അതേപോലെ തന്നെ കണ്ടോ ഇവരെ കുളിക്കാൻ ഇന്ന് നമ്മൾ വെള്ളം വരും. അപ്പോൾ നമ്മൾ താറാവുകൾ കണ്ടത് തിന്നുന്നുണ്ടോ ഇലകൾ കഴിക്കാതെ ഇതാ വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോഴത്തെ അവർ ഇലകളും കഴിക്കും. ആ ഇലകളും കഴിച്ച് കഴിഞ്ഞാൽ അവർ സെറ്റാവും. അപ്പോൾ നമുക്ക് എന്നും ഇതേപോലെ ചിലവൊന്ന് കുറയും. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നല്ല വില കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നല്ല മുട്ടകൾ കിട്ടും. അപ്പോൾ നമുക്കത് ചെറുതാൾക്കൊരു വിൽപ്പനയാവും, നമ്മളെ കാര്യങ്ങൾ നടക്കും. മെയിനായിട്ട് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ട് മാത്രമല്ല ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ നടന്നു പോവുകയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു
ഫംഗ്ഷനിൽ നടക്കും. അതിന് ചെറിയ ചെറിയ പൈസ കൊണ്ട് വലിയ വലിയ പരിപാടികൾ നമുക്ക് നടത്താമെന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ രാവിലെ വൈകുന്നേരം രാവിലെ ആയിട്ട് 2 മണിക്കൂറാണ് ഇപ്പോൾ ഇതൊക്കെ എല്ലാത്തിനും പാടെ നമ്മൾ ചിലവാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഒരു വണ്ടിക്കാരനാണ്, ഡ്രൈവറാണ്. നമ്മളെ സമയം ഏകദേശം ആകാനായിട്ടുണ്ടോ ഏകദേശം ഉദിച്ച് വരല് തുടങ്ങി. അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വരുമ്പോഴത്തേനുള്ള നമ്മളെ ഒരു സമയമാണ് ഇപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊന്നും സമയമാവും. ഇന്നിപ്പോൾ നമ്മൾ ചീമക്കിഴങ്ങാണ്, മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനത്തിനാണ് ഇപ്പോൾ കെട്ടി കൊടുത്തത്. കൂവ, തുളസി, പനിക്കൂർക്ക, പുല്ല്, അങ്ങനെയുള്ള എല്ലാ സാധനവും, പപ്പായ, ഒരുവിധം എല്ലാ ഇലകളും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ അവർ വേണ്ടത് കൊത്തി വലിച്ച് തിന്നോളൂ. അതൊക്കെ നമുക്കിങ്ങനെ കാണും ചെയ്യാം. അതിൻ്റെയൊക്കെ നമ്മൾ പല വീഡിയോസും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവരും പരമാവധി അവനവൻ്റെ വീടുകളിലുള്ള സാധനങ്ങൾ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എന്താ എന്തായാലും പറയണ്ടോ രാവിലെ എനിക്ക് കുളുണ്ടെന്നേ കൂളുണ്ടോ? അതിൻ്റെ ഉസാറാണ് അത്.